ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയിലെ ഒരു പ്രത്യേക സെക്ഷനെ പറ്റി വിവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പുതിയ അമെൻമെൻറ്റിൽ വന്ന ഒരു പുതിയ സെക്ഷനാണ്. അത് 57E ആണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാണ് ആ 57E ഹെഡിങ്. നിങ്ങൾക്കറിയാം, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ഫണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്ഷൻ പഠിക്കുമ്പോൾ ആ സെക്ഷൻ അനുബന്ധമായ റൂളും കൂടി അതിനകത്തിലുണ്ടാകും, കൂടുതൽ വിവരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ. എന്നാൽ ചില സെക്ഷൻ നമ്മുടെ ആക്റ്റിൽ വരുമ്പോൾ അതിൽ പറയുന്നത് ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു സ്കീമിലൂടെയാണ് വരുന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ആക്റ്റിലെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ആക്റ്റുമായി ബന്ധപ്പെട്ട ചില സെക്ഷൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതിൻ്റെ അനുബന്ധമായ റൂള് നോക്കിയാൽ മതി. എന്നാൽ ചില കാര്യത്തിൽ ഗവൺമെൻറ്റിന് റൂളുണ്ടാക്കാൻ അധികാരം കൊടുത്തതുപോലെ ചില കാര്യത്തിൽ ഗവൺമെൻറ്റിന് സ്കീം ഉണ്ടാക്കാനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്റ്റും റൂളും പഠിക്കുന്ന ഒരാളിനെ ചില കാര്യത്തിൻ്റെ, ചില സംവിധാനത്തിൻ്റെ വിശദീകരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന്, നേരത്തെ മുതലുള്ളതാണ് സെക്ഷൻ 80A പെൻഷൻ സ്കീമാണ്. ആ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് 80A എന്ന് പറഞ്ഞ സെക്ഷൻ അല്ലാതെ അതിന് റൂളില്ല. അപ്പോൾ എങ്ങനെ ആ പെൻഷൻ സ്കീമിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയും? അതിന് സെക്ഷൻ 80A തന്നെ പറയുന്നുണ്ട്, ഗവൺമെൻറ് മേ ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് പെൻഷൻ സ്കീം. റൂളില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എന്തുണ്ടാക്കണം? ഒരു സ്കീം ഉണ്ടാക്കണം. ആ സ്കീം അവിടെ കൊടുക്കണം, ഗസറ്റിൽ പ്രസിദ്ധീകരിക്കണം. അതോടുകൂടി ആ സ്കീം നിലവിൽ വന്നു. അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയെങ്കിൽ ആ സ്കീം വായിച്ചാലേ കിട്ടൂ. ഇതുപോലെ നമ്മുടെ 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം, അവിടെയും പറയുന്നത് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സ്കീം. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് 57A ആണ്. അവിടെ വലുതായിട്ടൊന്നും വിവരിക്കുന്നില്ല. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് അറിയണമെങ്കിൽ റൂള് നോക്കാമെന്ന് വെച്ചാൽ റൂളില്ല. കാരണം ഇതിനു വേണ്ടി സ്കീം ഉണ്ടാക്കാനാണ് സർക്കാരിന് അധികാരം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഒരു സ്കീം ഉണ്ടാക്കും. ആ സ്കീം എന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്കീം എടുത്ത് തന്നെ വായിക്കണം. അപ്പോൾ ആ സ്കീമിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് സ്കീം വായിച്ചാൽ മാത്രമേ അതിൻ്റെ ആൻസർ എഴുതാൻ ഒക്കൂ. ആക്റ്റോ റൂളോ നോക്കിയാൽ കിട്ടത്തില്ല. ഇതുപോലെ തന്നെയാണ് 57B ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അറിയണമെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് ഗസറ്റിൽ പരസ്യം ചെയ്ത് ആ സ്കീം എടുത്ത് വായിക്കണം. അതുപോലെ കൺസോർഷ്യം ലെൻഡിങ് സ്കീം, റിസ്ക് ഫണ്ട് സ്കീം. റിസ്ക് ഫണ്ട് സ്കീമിന് റൂളില്ല. റിസ്ക് ഫണ്ടിൽ പറയുന്നത് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് റിസ്ക് ഫണ്ട് സ്കീം. അപ്പം സ്കീം ഉണ്ടാക്കാൻ സർക്കാർ നിയമപ്രകാരം അധികാരം കൊടുത്തിരിക്കുന്ന ഏതിൻ്റെയൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ സ്കീമേ ഉണ്ടാക്കത്തുള്ളൂ, റൂളില്ല. അതുകൊണ്ട് തന്നെ ആ സ്കീമിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ആ സ്കീം വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാനൊക്കത്തുള്ളൂ. ആക്റ്റിൽ ചുരുക്കി മാത്രമേ പറയത്തുള്ളൂ. എന്ത് പറയും? ഗവൺമെൻറ് ഒരു സ്കീമുണ്ടാക്കി ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നതോടുകൂടി ഇത് നിലവിൽ വരുമെന്നേ പറയത്തുള്ളൂ. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ പറയുന്നതിൽ ഒരു സ്കീമാണ് കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഈ പുതിയ അമെൻമെൻ്റ് പ്രകാരം
57E എന്ന സെക്ഷനിൽ കൂട്ടിച്ചേർത്തതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. 57E എന്ന് പറയുന്നുണ്ട്. അവിടെയും പറയുന്നത് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം ടു ബി കാൾഡ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാണ്. അതിനർത്ഥം ഗവൺമെന്റ് ഒരു സ്കീം ഉണ്ടാക്കിക്കൊണ്ട് വേണം ഇത് നടപ്പിലാക്കാൻ. ഗവൺമെന്റ് സ്കീം ഇപ്പോൾ തയ്യാറാക്കി ഗസറ്റിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് 29 ആഗസ്റ്റ് 2024 അത് ഗസറ്റിൽ വന്നു കഴിഞ്ഞു. 29/8/2024 ഗസറ്റിൽ വന്നതോടുകൂടി ആ സ്കീം നിലവിൽ വന്നു. സ്കീം നിലവിൽ വന്നതോടുകൂടി ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് എന്ന് പറയുന്ന പദ്ധതിയും നിലവിൽ വന്നു. നമ്മൾ 57E എടുത്ത് വായിച്ചു നോക്കാമെങ്കിൽ അധിക വിവരം നമുക്ക് ലഭിക്കത്തില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ആ സ്കീമിൽ നിന്നൂടെ ചോദിക്കും. എന്താണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ഡീൽസ് ഇൻ സെക്ഷൻ 57E. എയും ബിയും സിയും ഡിയും ഓൾറെഡി ഉള്ളതാണ്. അത് ഈയിൽ പറയുന്നത് ഗവൺമെന്റിന് ഒരു നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ കൊടുത്തുകൊണ്ട് ഒരു സ്കീം തയ്യാറാക്കാം. അതിന് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പേരും കൊടുക്കാം. അത് ആക്ടിൽ പറയുന്നൊരു കാര്യം. അതും പ്രകാരം ഗവൺമെന്റ് സ്കീം നോട്ടിഫൈ ചെയ്തു എന്ന് 20 ഓഗസ്റ്റ് 2024. അങ്ങനെ നിയമത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഗവൺമെന്റിന് അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഡോർമെന്റ് ആയിട്ടോ വീക്കറായിട്ടുള്ള സൊസൈറ്റികൾ, അത് ചില പ്രത്യേക സർക്കംസ്റ്റാൻസസിൽ ആ സംഘം തകർന്നു പോയി, ഡോർമെൻ്റായിപ്പോയി, വീക്കറായിപ്പോയി, അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമും ഈ ഫണ്ടിൻ്റെയും ഉപയോഗം. അപ്പം മെയിൻ എയിം ഓഫ് ദ സ്കീം ആൻഡ് ദ ഫണ്ട്, ആ സ്കീം മുഖേന അതിനുണ്ടാക്കുന്ന ഫണ്ടിൻ്റെ ഉപയോഗം ടു ഹെൽപ്പ് to give financial assistance to cooperative societies which are in weak or dormant in certain special circumstances. The scheme shall be framed. ആ സ്കീമിലൂടെ ആ സ്കീം പ്രകാരം ഒരു ഫണ്ട് ഉണ്ടാക്കും. എന്തിനു വേണ്ടി? ഫോർ ദ പർപ്പസ് ഓഫ് റിവൈവിങ് സൊസൈറ്റീസ്, സൊസൈറ്റികളെ പുനരുദ്ധരിക്കുക. എങ്ങനെയുള്ളത്? വീക്കർ, ക്ഷീണിതമായി പോയ സംഘങ്ങൾ, ഓർ റിമൈനിങ് ഡോർമെന്റ് പൊസിഷൻ, അത് പ്രവർത്തനം മന്ദീഭവിച്ചു പോയ സംഘങ്ങൾ. എന്തുകൊണ്ട്? ഡ്യൂ ടു സർട്ടൺ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ. അങ്ങനെ അസാധാരണമായ സാഹചര്യത്തിൽ ഡോർമെന്റോ വീക്കറോ ആയിപ്പോയ സംഘത്തെ പുനരുദ്ധരിക്കുക, അതിനൊരു ഫണ്ട് ഉണ്ടാക്കുക. ആ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കീമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അപ്പോൾ പുനരുദ്ധരിക്കണം വീക്കറായിട്ടുള്ള സംഘത്തെ, ഡോർമെൻ്റ് ആയിട്ടുള്ള സംഘങ്ങളെ. എങ്ങനെ പുനരുദ്ധരിക്കണം? അത് പ്രൊവൈഡിങ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പം ധനസഹായം കൊടുത്തുകൊണ്ട്, അത് ഗ്രാൻഡ് എന്നോ ലോണെന്നോ എന്നും ഇവിടെ പറയുന്നില്ല, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നേ പറയുന്നുള്ളൂ നിയമത്തിൽ. റൂളിൽ അത് നമ്മുടെ സ്കീമിൽ അത് കൂടുതൽ വ്യക്തമായി പറയും. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സ്കീമും ആ സ്കീം പ്രകാരം ഒരു ഫണ്ടും ഉണ്ടാക്കണമെന്നാണ് 57E പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കും അസിസ്റ്റൻസ് കൊടുക്കാൻ? അതും നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട്. ബാക്കി അങ്ങോട്ടാണ് സ്കീമിൽ പറയുന്നത്. ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സ്കീമിൽ ആവർത്തിക്കുന്നുമുണ്ട്. എന്താണ് ആക്ടിൽ പറയുന്നത്? റിവൈവൽ ഫണ്ട് സ്കീം പ്രകാരം ഫണ്ടുണ്ടാക്കാൻ ഒരു മാർഗം
ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ ലാഭമുള്ള സംഘങ്ങളിൽ ലാഭത്തിൻ്റെ നോട്ട് ലെസ് ദാൻ 15% റിസർവ് ഫണ്ടായിട്ട് സൂക്ഷിക്കണമെന്ന് നിയമമാണ്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി കീപ്പ് നോട്ട് ലെസ് ദാൻ 15% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആസ് റിസർവ് ഫണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർ അങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സംഘങ്ങളുണ്ട്. കൂടാതെ കാർഷിക വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ, എസ്പെഷ്യലി ഷോർട്ട് ടേം അഗ്രികൾച്ചർ വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ, അവരുടെ ലാഭത്തിൻ്റെ 7% അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം. അത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി വിറ്റ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ വർഷങ്ങളായി മാറ്റിവെക്കുന്ന പണം അത് റിസർവ് ഫണ്ടായാലും ഒക്കെ റിസർവ് ഫണ്ട് കൊണ്ടുവന്ന് ഫൈനാൻസിങ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആ സംഘങ്ങൾ. അതിനവർക്ക് പലിശയും ലഭിക്കും. അങ്ങനെ സൂക്ഷിച്ചിരുന്ന ആ ഫണ്ടൊക്കെ റിസർവ് ഫണ്ട് ഫൈനാൻസിങ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ട് അത് ബാങ്കിൽ തന്നെ ആകാം, വേണേൽ ഫൈനാൻസിങ് ബാങ്കിൽ നിക്ഷേപിക്കാം. ഏതായാലും ഇങ്ങനെ സൂക്ഷിച്ച കുറച്ചേറെ പണം ഉണ്ട് മിക്ക സംഘങ്ങളിലും. അത് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ അറിയാത്ര ഉണ്ടെന്നുള്ളത്. ആ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ 50% കൂടാത്ത തുക ഈ സംഘങ്ങൾ ഈ ഫണ്ടിലേക്ക് കൊടുക്കണം. നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട് ആൻഡ് നോട്ട് മോർ ദാൻ 50% ഓഫ് അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഇപ്പൊ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന 5 ലക്ഷം രൂപ ഒരു സംഘം റിസർവ് ഫണ്ടിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5 ലക്ഷം കൊടുക്കണം ഇതിലേക്ക്. 1 ലക്ഷം രൂപ അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി 50,000 ഈ ഫണ്ടിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഫണ്ടുകൾ. പിന്നെ ഗവൺമെൻറ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട്. പിന്നെ കാലാകാലങ്ങളിൽ ഈ നിയമപ്രകാരം മറ്റേതെങ്കിലും ഫണ്ടും കൂടി സമാഹരിക്കാമെന്ന് സ്കീമിനകത്ത് കയറ്റിയാൽ ആ സ്കീമിൽ പറയുന്ന അതനുസരിച്ചുള്ള ഫണ്ടുമാണ്. ബേസിക്കലി നമ്മുടെ പറഞ്ഞിരിക്കുന്നത് 50% ഓഫ് ദ റിസർവ് ഫണ്ട്, 50% ഓഫ് അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ട്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് രൂപീകരിക്കേണ്ടത്. അതാണ് ഈ ഫണ്ട് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് വിച്ച് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിനെ പറ്റി പ്രതിപാദിക്കുന്നത് നമ്മുടെ സെക്ഷൻ 56 56 1 എന്ന് പറഞ്ഞ് 4 തരം ഫണ്ടിനെ 4 തരം ഫണ്ട് പറയുന്നുണ്ട്. ഒന്ന് റിസർവ് ഫണ്ട് 15% കുറയാതെ സൂക്ഷിക്കണം, എ എന്ന് പറഞ്ഞ്. ബി എന്ന് പറഞ്ഞ് 5% എഡ്യൂക്കേഷൻ ഫണ്ട് സൂക്ഷിക്കണം. സി എന്നിട്ട് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 10% സൂക്ഷിക്കണം. ഡി എന്ന് പറഞ്ഞ് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും 5%. അങ്ങനെ 56 1 എ ബി സി ഡി എന്ന് പ്രധാനമായിട്ട് മാറ്റിവെക്കേണ്ട 4 പറയുന്നുണ്ട്. അതിൽ 56 1 എ ആണ് റിസർവ് ഫണ്ട്. ആ റിസർവ് ഫണ്ടിൽ നിന്ന് വേണം 50% മാറ്റിവെക്കണമെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. 56 1 ബി ഉണ്ട്, അതിൽ നിന്ന് മാറ്റിവെക്കാൻ പറയുന്നില്ല, അത് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. സി ഉണ്ട്, മെമ്പർ റിലീഫ് ഫണ്ടാണ്. ഡി ഉണ്ട്, അത് കോപ്പറേറ്റീവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടാണ്. പിന്നെ 2 പറഞ്ഞിട്ട് കുറച്ച് പൈസ വീണ്ടും അത് മാറ്റിവെച്ചതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ രണ്ടാമത് അപ്രധാനമായിട്ട് മാറ്റിവെക്കേണ്ട കുറച്ചുണ്ട്. അതിൽ എ ബി സി എന്ന് പറഞ്ഞ ഡി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതിൽ സി ആണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ സ്റ്റെബിലൈസേഷൻ ഫണ്ട് കാർഷിക വായ്പാ സംഘം സൂക്ഷിക്കണമെന്ന് പറയുന്നത് 7%. അതിവിടെ പ്രത്യേകിച്ച് നമ്മുടെ നിയമത്തിൽ സത്യത്തിൽ 56 2 സി ആണത്, അവിടെ പറയുന്നില്ല. എങ്കിൽ ലാഭത്തിൽ നിന്ന് കാർഷിക വായ്പാ സംഘങ്ങൾ മാറ്റിവെച്ച് അതിൻ്റെ 50% വേണം. അതും ഗവൺമെൻറ് കൊടുക്കുന്ന തുകയും കൂടെ കൂട്ടിയാണ് ഈ ഫണ്ട്.
അതാണ് വീക്കറായിട്ടുള്ള ഡോർമെൻ്റ് ആയിട്ടുള്ള സംഘത്തിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ധനസഹായം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് ഫണ്ടിൻ്റെ ഘടന. ഇതാണ്. അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണെന്ന് എഴുതണം. അതിൽ 1, 2, 3 മറ്റേ പിന്നെ ഏതെങ്കിലും സ്കീമിൽ കൂട്ടിച്ചേർക്കുന്നത് പിന്നെ വരുന്നതുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചൊരു പോയിൻ്റായിട്ട് പറയുന്നില്ല. ഇത് 3 പോയിൻ്റാണ്. ഇനിയും മറ്റൊരു കാര്യം, ഈ ഫണ്ട് വാങ്ങിച്ചു വെച്ച് ആടെയും കൈവച്ചേക്കരുത്. ഇങ്ങനെ ലാഭമുള്ള സംഘങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണം അവരത് റിസർവ് ബാങ്ക്, അവരുടെ റിസർവ് ഫണ്ടൊക്കെ അവർ ഫൈനാൻസിങ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം അതിൽ നിന്ന് പിൻവലിച്ച് വേണം കൊടുക്കാൻ. ആ കൊടുക്കുന്ന പണം അതിന് പലിശ കിട്ടും ബാങ്കിന്. ഈ റിസർവ് ഫണ്ടിൽ നിന്നും അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്നും പണമെടുത്ത് ഈ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭാവനയൊന്നുമല്ല. അവർ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റിസർവ് ഫണ്ടിൽ 10 ലക്ഷം കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 5 ലക്ഷമാണ് കൊടുക്കുന്നത്. 10 ലക്ഷത്തിന് അവർക്ക് പലിശ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് 5 എടുത്തു കൊടുത്താൽ ആ 5-ന് ആ റിസർവ് ഫണ്ടും ആ പലിശയും കിട്ടുന്നതാണ്. അത് റിസർവ് ഫണ്ടിന് അവിടെ കിട്ടിയ പലിശ തന്നെ കിട്ടും ഇവിടെയും, അല്ലാതെ സംഭാവനയായിട്ട് എടുക്കുകയല്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന പണം മൊത്തം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഏതെങ്കിലും സംഘത്തിന് കൊടുക്കാൻ നേരത്ത് മാത്രമേ പിൻവലിക്കാവൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ നിന്നൊരു പലിശ കിട്ടും, അതും ഈ ഫണ്ടിൽ ഉപയോഗിക്കാം. കാരണം അവിടുന്ന് പലിശ കിട്ടുന്നത് വേണം ഈ വാങ്ങിച്ച സംഘങ്ങൾക്ക് പലിശ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഇട്ടേക്കരുത്. എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അത് നമ്മുടെ ആക്റ്റിൽ പറയുന്നില്ല, അത് സ്കീമിലാണ് പറയുന്നത്. എങ്ങനെയാണ്? ഒന്നുകിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ FD ഇടണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചേർന്ന് കൺസോർഷ്യം ഉണ്ടാക്കാവുന്ന നമുക്ക് ഒരു നിയമമുണ്ട്. ആ കൺസോർഷ്യം ഉണ്ടാക്കിയ ആ കൺസോർഷ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഈ ഫണ്ട് കൈകാര്യം ചെയ്യാൻ. അതാണ് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി. ആ കമ്മിറ്റി പറയുകയാണ്, അവർ തീരുമാനിക്കുകയാണ് കുറച്ചുകൂടെ പലിശ കിട്ടുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്, അവിടെ ഇടാം, അങ്ങനെ ഇടാം. പക്ഷെ അവർ പറയുന്നിടത്താണ്. ഒന്നുകിൽ കേരള ബാങ്കിൽ FD ഇടാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടാക്കുന്ന കൺസോർഷ്യം ഉണ്ടാക്കി അവർ അതിൽ നിന്ന് പണം കൊടുക്കുന്നുണ്ട്, അതിനും പലിശ കിട്ടുന്ന അവിടെ ഇടാം. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുണ്ട്, അവർ നിർദ്ദേശിക്കുന്നിടത്ത് ഇടാം. അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ലാഭകരമായിട്ട് ഇടാൻ പറ്റുന്നിടത്ത് ഇടാം. അതാണ് ഈ പണം, പിരിക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല വാങ്ങിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാർക്ക് റിവൈവലിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷെ കൊടുക്കണമെങ്കിൽ ആ സംഘങ്ങളിൽ നിന്ന് അപേക്ഷ കിട്ടി എല്ലാ കാര്യങ്ങളും വരും, അതനുസരിച്ചാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പം പിരിച്ചെടുക്കുന്ന പൈസ എല്ലാം എവിടെയെങ്കിലും ലാഭകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് ഒന്നുകിൽ കേരള ബാങ്കിൽ FD, അല്ലെങ്കിൽ കൺസോർഷ്യം ഫോം ചെയ്ത അതിലിടാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലിടാം, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന എവിടെയെങ്കിലും ഇടാം. ഇതാണ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ അസിസ്റ്റൻസ് കിട്ടുന്ന സംഘത്തിന് ഒരിക്കലും അത് ഗ്രാൻഡ് അല്ല, അത് സത്യത്തിൽ ലോണാണ്. ഒരു തകർന്നു കിടക്കുന്ന സംഘത്തിന് നാട്ടുകാരിൽ നിന്നും ഡിപ്പോസിറ്റ് കിട്ടുന്നില്ല, ആ സംഘം മുന്നോട്ട് പോകാൻ ഒക്കാത്ത അവസ്ഥയാകുമ്പോൾ ആ സംഘത്തിന് ഈ ഫണ്ടിൽ നിന്ന് ലോണാണ് കൊടുക്കുന്നത്. ആ ലോണിന് പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. കാരണം ആ പണം ഉപയോഗിച്ച് അവർ ലോൺ കൊടുക്കുകയോ പലിശയ്ക്ക് ഉപയോഗിക്കുകയോ ഒക്കെ ആയിരിക്കുമല്ലോ. കാരണം ആ പലിശ സഹിതം തിരിച്ചു കൊടുക്കണം ഫണ്ടിലേക്ക്. കാരണം പലിശയും മുതലും ഈ ഫണ്ടിൽ നിന്ന് എവിടെ നിന്നാണോ, ഏത് ബാങ്കിൽ നിന്നാണോ, ഏത് സംഘത്തിൽ നിന്നാണോ നമ്മൾ വാങ്ങിച്ചത്, ഈ ഫണ്ട് വാങ്ങിച്ചത് അവർക്ക് കൊടുക്കേണ്ടതാണ്.
അതുകൊണ്ട് ഇത് ലോണാണ്, റിവൈവൽ ഫണ്ട്. അതെങ്ങനെ തിരിച്ചടയ്ക്കണം? ആ കിട്ടിക്കഴിഞ്ഞാൽ 2 കൊല്ലം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. ആ ഇൻസ്റ്റാൾമെൻ്റൊക്കെ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ 2 വർഷം തിരിച്ചടവ് തുടങ്ങണ്ട, മൊറട്ടോറിയമാണ്. എന്ന് വെച്ചാൽ പൈസ കിട്ടി, അത് വിനിയോഗിച്ച് ഇന്ന് കിട്ടി അടുത്ത മാസം എല്ലാം അടയ്ക്കാനൊക്കത്തില്ല. കാരണം വിനിയോഗിച്ച് തുടങ്ങി അതിൽ നിന്നൊക്കെ ഇൻകം ഒക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ആദ്യത്തെ 2 കൊല്ലം തിരിച്ചടവ് വേണ്ട, അത് കഴിഞ്ഞ് തിരിച്ചടഞ്ഞ് തുടങ്ങണം. അത് 5 മുതൽ 10 കൊല്ലത്തിനകം തിരിച്ചടയ്ക്കണം, പലിശ ഉൾപ്പെടെ. ആ 5 മുതൽ 10 കൊല്ലം എന്നുള്ളത് 5 കൊല്ലമെന്നോ 6 എന്നോ 7 എന്നോ ഒക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് സാങ്ഷൻഡ് അണ്ടർ ദ സ്കീം ഷാൽ ബി ഗ്രാൻഡഡ് മൊറട്ടോറിയം വെച്ചാൽ 2 കൊല്ലം അടയ്ക്കണ്ട, ഫസ്റ്റ് 2 years. ദ റീപേയ്മെൻറ്റ് പീരീഡ് റേഞ്ചസ് ഫ്രം 5 to 10 years. 5 മുതൽ 10 കൊല്ലത്തിനകം തിരിച്ചടയ്ക്കണം. ദാറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ സ്റ്റേറ്റ് ഹൈ ലെവൽ കമ്മിറ്റി. അതാണ് റീപേയ്മെൻറ്റ്.